പറയൂ. സുഖം, പരമസുഖം. ഞാൻ നാട്ടിൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. പഞ്ചായത്തിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. ചേട്ടനെ ഇങ്ങനെ കണ്ടപ്പോ ആദ്യമായിട്ട് ആരാ പറഞ്ഞേ ഒരു ബിജുമേനോൻ ലുക്ക് ഉണ്ടല്ലോ? എന്റെ അടുത്ത് പരിചയപ്പെടുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ബിജുമേനോൻ ലുക്ക് ഉണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ എന്റെ ഫോട്ടോ ആയിരുന്നു വീട്ടുകാർ കൊണ്ട് പോയി കാണിച്ചത്. അപ്പം അവരെ വീട്ടുകാർ അതിന്റെ അയൽപക്കത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബിജുമേനോന്റെ കട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പലരും ഇപ്പൊ പരിചയപ്പെടുമ്പോൾ എന്റെ പേര് യഥാർത്ഥ പേര് പ്രജോഷ് എന്ന് സീരിയലില്ല, എല്ലാവരും ബിജുമേനോൻ എന്ന സീരിയൽ. ഇദ്ദേഹം ഡ്രൈവറാണല്ലോ പഞ്ചായത്തിൽ. അപ്പൊ മെയിൻ ഉദ്യോഗസ്ഥർ പുറകിൽ നിന്ന് ഇദ്ദേഹം വണ്ടി ഓടിച്ചു മുമ്പ് പലരും ഇദ്ദേഹത്തെ വന്നിട്ട് സെൽഫി എടുക്കും. അപ്പൊ ഈ ഓഫീസർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഡ്രൈവറായിട്ടിരിക്കുക, നീ പുറകിൽ. അങ്ങനെ ഒരുപാട് ആൾക്കാരങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി വരും. ഓർഡിനറിയിലെ ഡ്രൈവർ സുഖു. അപ്പോൾ എനിക്ക് കൂടുതൽ മാച്ച് ആയി തോന്നിയതും കൂടുതൽ ഞാൻ ചെയ്യുന്നതും ആ ഒരു ഓർഡിനറി സിനിമയിലെ ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല ആൾക്കാരും വീഡിയോസ് കണ്ടിട്ട് ബിജുമേനോൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ചില ആൾക്ക് പറയും നിന്റെ മനോജ് കെ ജെ സൂപ്പർ ആയിരുന്നു കേട്ടോ. മനോജ് കെ ജനാണോ ബിജുമേനോൻ അവർക്കൊരു ഐഡിയ ഇല്ല. യഥാർത്ഥ നായക നടന്മാർക്ക് പോലും സംഭവം ഉണ്ടാവാറുണ്ട്. ഒരിക്കൽ ടോവിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എയർപോർട്ടിൽ വെച്ചിട്ടല്ലേ അതേ അനുഭവം എനിക്കുണ്ടായിട്ട്. മനോജ് കെ ജി സൂപ്പർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഉറക്കം ഉളച്ചിട്ട് ഇങ്ങനെ വരിക. നമ്മൾ റെയിലിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നിയിട്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന രീതിയിൽ വരണേ. അപ്പൊ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വിട്ടിട്ട് ഇരിക്കുക. അപ്പൊ അന്നേരം ചേട്ടാ ഒരു സെൽഫി എടുത്ത് നോക്കണേ. നമ്മൾ ഉറക്കത്തിന് ഈ ചില ആൾക്കാർ പറയും നടന്മാർ ഫോട്ടോ ഒക്കെ ചെന്ന് ജാട കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സാധാരണക്കാരായ ഞങ്ങൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ തന്നെ ഓരോരുത്തർ ചാടി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഉറക്കമുള്ള വെച്ചിട്ട് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരിക്കും. ട്രെയിനിൽ ഇങ്ങനെ ഉറക്കം തോന്നിക്കൊണ്ടിരിക്കുമ്പോഴും ചേട്ടാ ഒരു സെൽഫി. അപ്പൊ നമ്മളത് പോയടാ പോയെന്ന് പറയുമ്പോൾ അവരപ്പോ നമ്മളൊരു തെറിയും പറയും. അപ്പൊ നമ്മളപ്പോ തിരിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളോട് ഇങ്ങനെ ഇഷ്ടം കാണിക്കുന്നത് അപ്പൊ ഒറിജിനൽ താരങ്ങളോട് അവരെത്രത്തോളം സ്നേഹം. കറക്റ്റാ പറഞ്ഞത്. ഈ ജയേട്ടനെ പോലെ തന്നെ കണ്ണട അടക്കം ചേട്ടൻ അവിടെ നിന്ന് ഒപ്പിച്ചേട്ടാ. കണ്ണട എടുത്ത ജയേട്ടന്റെ ഒരു 10-20% പോകും. ജയേട്ടൻ വെച്ചിട്ടുള്ള കണ്ണട, ഡ്രസ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എല്ലാം ഏകദേശം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോ സത്യം പറഞ്ഞ ഒരു ജയേട്ടനായിട്ട് ജീവിക്കുന്നത്. ജയേട്ടൻ ഭയങ്കര സപ്പോർട്ടാ. ജയേട്ടന്റെ സപ്പോർട്ടിലാണ് ഞാൻ പിന്നെ വീഡിയോസ് പ്രചോദനം. സത്യം നല്ല സപ്പോർട്ടാ. ശരിക്കും അവന്റെ വീട്ടിൽ അവനെ കേട്ടത്തില്ല, എന്നാലും ജയേട്ടന്റെ വീട്ടിൽ പോയാൽ പിന്നെയും സത്യമായിട്ട് നിങ്ങൾക്ക് 4 പേർക്ക് നേരത്തെ അറിയാവോ? അതോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അടിയാവോ? എല്ലാവർക്കും നല്ലത് കൊടുക്കുന്നു. നമ്മൾ വേറെ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാരണം പലരും നമ്മളെ പറ്റി നെഗറ്റീവ് കമന്റ്സ് പറയും. നമ്മുടെ വീഡിയോസിനൊക്കെ ചില ആൾക്കാർ നിനക്കൊക്കെ പോയി ചത്തുകൂടാ, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, നീ ആവാൻ ശ്രമിക്കുക എന്നൊക്കെ പറയും. നമ്മൾ ഒരിക്കലും അവരാവാൻ ശ്രമിച്ചു നടക്കുന്നതല്ല. അവരുടേതായിട്ടുള്ള കുറെ എവിടേക്കോ നമ്മുടെ കുറച്ച് സാമ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ല, അത് കറക്റ്റാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ ഓൺ ഐഡന്റിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല. സത്യമല്ലേ? അപ്പൊ അത് അങ്ങനത്തെ കമന്റും വരും ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ. നിങ്ങളുടെ ഓൺ ഐഡന്റിറ്റിയിൽ നിങ്ങൾക്ക്